ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു മൈ ചാനൽ വിപി അച്ചു ഹോം. ഇന്നത്തെ വീഡിയോയിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തീയലിൻ്റെ റെസിപ്പിയാണ്. ഡ്രൈ കാഷ്യൂനട്ട് വെച്ചിട്ട് നമ്മൾ തീയൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോയിലോട്ട് കിടക്കാം. 200 ഗ്രാം ഡ്രൈ കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. റോസ്റ്റ് ചെയ്യാത്ത പ്ലെയിൻ കാഷ്യൂനട്ടാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് 1 മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് തേങ്ങ തിരുമ്മിയത് ചേർത്ത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ വറുത്തെടുക്കണം. ഒരു മീഡിയം സൈസുള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി തേങ്ങയുടെ പകുതി മുറി തേങ്ങ മതിയാവും. നല്ലതുപോലെ ഗോൾഡൻ കളറായി വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂണും മുളക് പൊടി 1 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മതിയാവും. പൊടികളുടെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് ഒരു 15 സെക്കൻഡോളം തീ ലോ ഫ്ലെയിമിൽ വെച്ച് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം തേങ്ങ നല്ലതുപോലെ അരച്ച് അരകല്ലിലൊക്കെ അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. നല്ലതുപോലെ അരച്ച് മാറ്റി വെക്കാം. ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 15 അല്ലി ചെറിയുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി അല്ലെങ്കിൽ സവാള വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു മീഡിയം സൈസുള്ള സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറിയുള്ളിയുടെ നിറം ഒന്ന് ചെറുതായിട്ട് മാറിക്കഴിയുമ്പോഴത്തേക്കും 3 മുരിങ്ങയ്ക്ക നീളത്തിൽ കട്ട് ചെയ്തതും അല്പം കറിവേപ്പിലയും നമ്മൾ കുതിരാൻ ഇട്ടിട്ടുള്ള കാഷ്യൂനട്ട് 2ആയിട്ട് പിളർത്തിയതും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. മൺചട്ടിയിൽ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആവും. തീയിലൊക്കെ മൺചട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും ടേസ്റ്റിന് ആവശ്യമായിട്ട് ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 400 ml വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പ് വെച്ച് അടച്ച് ഒരു 5-6 മിനിറ്റ് മതിയാവും. തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ച് എടുക്കണം. കാഷ്യൂനട്ടും മുരിങ്ങയ്ക്കയൊക്കെ ഒന്ന് വെന്തെടുക്കണം. കാഷ്യൂനട്ട് വെന്തെന്നറിയാൻ ഒരു കാഷ്യൂനട്ട് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒടിച്ച് നോക്കുക. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഒടിഞ്ഞ് കിട്ടും. അപ്പം നമ്മുടെ കാഷ്യൂനട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ പെർഫെക്റ്റായിട്ട് വെന്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി പാത്രത്തിലിരിക്കുന്ന അരപ്പും കുറച്ച് വെള്ളം ഒരു 1/4 കപ്പോളം വെള്ളം 1/2 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. എണ്ണയൊക്കെ തെളിയുന്നിടം വരെ തിളപ്പിച്ചെടുക്കണം. പുളിക്ക് ആവശ്യമായിട്ട് ഒരു ചെറിയ ലൂബിക്കയുടെ വലിപ്പമുള്ള പുളി 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ പുളി പിഴിഞ്ഞെടുത്തതിന് ശേഷം ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊരു അടപ്പ് വെച്ച് അടച്ച് അരപ്പെല്ലാം ഒന്ന് തേങ്ങയും അരപ്പെല്ലാം ഒന്ന് വെന്ത് കിട്ടുന്നിടം വരെ ഓയിലൊന്ന് സെപ്പറേറ്റ് ആക്കി കിട്ടുന്നിടം വരെ തിളപ്പിച്ചെടുക്കുക. 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഓയിൽ സെപ്പറേറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട്. ഗ്രേവി ഇത് മതിയെങ്കിൽ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അതല്ല ഗ്രേവി കുറച്ചുകൂടി തിക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. താളിക്കാനായിട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പം 2 വറ്റൽമുളകും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ കാഷ്യൂനട്ട് തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കടുക് വറുത്ത് നമ്മൾ താളിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് ഇളക്കണ്ട. അടപ്പ് വെച്ച് അടച്ച് കുറച്ച് നേരം അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി വെച്ചതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു കാഷ്യൂനട്ട് തീയൽ ചോറിൻ്റെ കൂടെ വിളമ്പാൻ പറ്റിയ തീയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.